2025 എന്തെല്ലാം സംഭവിച്ചു? ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കാലിഫോർണിയയിലെ ഏറ്റവും വലിയ തീപിടുത്തം, ഏകദേശം 4000 കോടി രൂപയുടെ നാശനഷ്ടമാണ് കാലിഫോർണിയയിൽ ഉണ്ടായത്. അതിനുശേഷം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റിന്റെ ആക്രമണം, ചരക്ക് കപ്പലുകളെ ഹുഡീനി വിഭാഗങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്, ഇതെല്ലാമായിരുന്നു ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ. അതിനുശേഷം ട്രംപ് വീണ്ടും ഇലക്ട് ചെയ്ത് വീണ്ടും പ്രസിഡന്റായി. ട്രംപ് പിന്നെ താരിഫ് വാർ തുടങ്ങി. റഷ്യ യുക്രൈനും വാർ വീണ്ടും ശക്തമാക്കി. സ്പേസിൽ സ്റ്റക്കായിരുന്ന സുനിത വില്യംസും ബുച്ച് വില്യംസും തിരിച്ച് ഭൂമിയിലേക്ക് എത്തുകയുണ്ടായി. പിന്നീട് ലോകമെമ്പാടും മാസ് പ്രൊട്ടസ്റ്റുകൾ സ്റ്റാർട്ടായി. യൂറോപ്പിലും ഏഷ്യയിലുമെല്ലാം ഇൻഫ്ലേഷൻ, ജോലിയില്ലായ്മ, വാറിന്റെ ഭീതി എല്ലാമായിരുന്നു കാരണം. മഹാകുംഭമേള അതിന്റെ ക്രൗഡിനെ പോലീസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൊണ്ടുണ്ടായ അപകടങ്ങൾ, കുറെ പേര് തിക്കിലും തിരക്കിലും വിട്ട് മരിക്കുകയുണ്ടായി. റെക്കോർഡുകൾ പറയുന്നത് 70നും 80നും ഇടയിൽ ആൾക്കാർ മരണപ്പെട്ടെന്നാണ്. പിന്നീട് പെഹൽഗ്രാമിലുണ്ടായ ടെററിസ്റ്റിന്റെ അറ്റാക്ക്, ഇസ്രായേൽ ഗാസയിലേക്ക് പോകുന്ന റിലീഫ് ഫണ്ടിനെ ആക്രമിച്ചത്, ഗാസയിലെ സ്റ്റാർവേഷൻ മൂലം ആൾക്കാരും കുട്ടികളുമെല്ലാം മരിക്കുകയുണ്ടായി. പോപ്പ് ഫ്രാൻസിസും ഈ വർഷമാണ് മരണപ്പെട്ടത്. പിന്നീട് അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രാൻസിസിനെയാണ് പുതിയ പോപ്പായി എലക്ട് ചെയ്തത്. ട്രംപും സെലൻസ്കിയുമായി ഹൈ ടെൻസായ മീറ്റിംഗ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ബോർഡറിൽ ഭയങ്കര കലാശകളുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ടെററിസ്റ്റുകളുടെ 9 ട്രെയിനിങ് ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു. ട്രംപിന്റെ താരിഫ് വാർ മൂലം ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകുകയുണ്ടായി. ഇന്ത്യയിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്രാഷായി. 242 പേരുണ്ടായിരുന്ന ഫ്ലൈറ്റിൽ 241 പേരും മരിക്കുകയുണ്ടായി. ഓൺലൈൻ പേയ്മെന്റുകൾ തടസ്സപ്പെടുകയുണ്ടായി. ചാൾസ് കിർക്കിന് ഈ മാസമാണ് അസാസിനേഷൻ ചെയ്യപ്പെട്ടത്. ഹോങ്കോങ്ങിൽ ബിൽഡിംഗ്സിന് തീ പിടിക്കുകയുണ്ടായി. ഓസ്ട്രേലിയയിൽ ഭീകരാക്രമണം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇറാനും ഇസ്രായേലും ബോംബിടിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്താണ് രാഹുൽ ഗാന്ധി BJPയുടെ വോട്ട് ചോറിയെ പറ്റിയുള്ള ഫയലുകൾ റിലീസ് ചെയ്തത്. ചൈനയിലെ ഡാം മൂലം എർത്തിന്റെ റൊട്ടേഷൻ സ്പീഡ് കുറയുന്നുവെന്ന് നാസ കണ്ടുപിടിക്കുകയുണ്ടായി. US ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകളിൽ ബോംബിടുകയുണ്ടായി. ഇസ്രായേലിനെതിരെ ഗ്ലോബലി പ്രൊട്ടസ്റ്റുകൾ സ്റ്റാർട്ടായി, യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. ഹിമാലയത്തിലും ആസാമിലും ഫ്ലഡ് മൂലം അനേകർ മരിക്കുകയുണ്ടായി. വലിയ ലാൻഡ് സ്ലൈഡുകളും അവിടെ ഉണ്ടായി. ഇതെല്ലാം 2025 നമ്മൾ കാണുകയുണ്ടായി. 2026 ഇനി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.